ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മൾ കാണും പോലെയല്ല, കുറച്ച് അടിപൊളി ടേസ്റ്റ് ആട്ടോ. നല്ലോണം പഴുത്ത പഴമാണ് എടുക്കുന്നത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അത്ര എടുക്കാം. നമുക്ക് ശരിക്കും ഒരു പഴം വെച്ചിട്ട് അത്രയും ഉണ്ടാക്കാം. ഞാനൊരു പഴം വെച്ചിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല പഴുത്ത പഴം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും കേട്ടോ, ടേസ്റ്റ് കൂടും. അപ്പം പഴുത്ത പഴം തന്നെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടിയും ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ഈ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ഹാഫാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ പഴം നമുക്കൊന്ന് ബട്ടറിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. നല്ലപോലെ രണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ ബട്ടർ യൂസ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. ഇനി നെയ്യോ അല്ലെങ്കിൽ എണ്ണ യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ ബട്ടറും നെയ്യൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം നമ്മൾ ഈ പഴം ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് രണ്ട് വശവും നല്ലപോലെ ഒന്ന് ഒരു മീഡിയത്തിലിട്ടിട്ട് ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. എത്ര പീസ് പഴമുണ്ടോ അത്രയും പീസ് ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. ചിലവരിങ്ങനെ ചപ്പാത്തിക്കോല് കൊണ്ട് പരത്തുന്നത് വേണം. പക്ഷെ എനിക്കത് അത്ര സുഖമായിട്ട് ചെയ്യാൻ പറ്റാറില്ല. കാരണം ആ കോലുമലയൊക്കെ ഇത് പറ്റും ബ്രെഡ്. അപ്പം ഞാനിങ്ങനെ പ്രസ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനിയില്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കോല് വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എഗ്ഗാണ്. ഞാൻ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോൾ അതിന് അത്യാവശ്യം വേണ്ടത്ര ക്വാണ്ടിറ്റിയിൽ മധുരം ഇട്ടാലേ ആ രസം കിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഓരോരുത്തർക്ക് എത്രയാണോ ഇഷ്ടം അത്രയും പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പരത്തി പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് പഴം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് നമ്മൾ ഫിംഗർ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അവിടെ വെച്ചാൽ മതി. വേറെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യുന്നു വേണ്ട. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ബ്രെഡിൻ്റെ ഉള്ളിലും പഴം വെച്ചിട്ടൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ എല്ലാത്തിൻ്റെ ഉള്ളിലും ഈ വേവിച്ച് നല്ല പഴുത്ത പഴം നമ്മൾ ഇതിനുള്ളിൽ മിക്സ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ മിക്സ്ചർ ഉണ്ടല്ലോ, എഗ്ഗിൻ്റെ മിക്സ്ചർ, പഞ്ചസാര ഏലക്കായും അതേപോലെ കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ടുള്ള ഈ എഗ്ഗിൻ്റെ മിക്സ്ചർ ഒരു പരന്ന പാത്രത്തിലേക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇങ്ങനെ എല്ലാ ഭാഗത്തും നമുക്കിങ്ങനെ എന്നിട്ട് ബ്രെഡ് എടുത്തിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും ഉചിതം ഇങ്ങനെ പരന്നിട്ട് അധികം കുഴിയില്ലാത്ത പാത്രം എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാനങ്ങനെ എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ആ ബ്രെഡൊക്കെ ഒന്ന് മിക്സ്ചറിലൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാനൊരു പാനിൽ ഒരു ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ബട്ടറിന് പകരം ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് എടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ഏതാണോ അവൈലബിൾ അതെടുക്കാം. എന്നിട്ട് ഈ ബ്രെഡ് നമ്മൾ അതിലൊന്ന് 2 വശം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് കുക്കാവാനൊന്നുമില്ലല്ലോ. നമ്മുടെ ഇതാണ് കുക്കാവാനുള്ളത്. എഗ്ഗൊന്ന് വെന്ത് വന്നാൽ മതി. അങ്ങനെ നമ്മൾ ബ്രെഡ് ഒന്ന് 2 വശം ഒന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു വശം ആകുമ്പോൾ സ്പൂൺ വെച്ചിട്ട് നമ്മളൊന്ന് മറിച്ചിട്ട് മറ്റേ വശത്തോട് ചൂടാക്കി കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കുക. കാരണം കമൻറ്റ് കണ്ടാലേ എനിക്കെന്തേ മനസ്സിലാവും. അപ്പോൾ താങ്ക് യു.